എല്ലാവർക്കും സാധനം. ഞങ്ങളുടെ ചായാമൻസ നല്ല തഴച്ചു വളർന്ന് നല്ല പുഷ്ടിച്ച് നിൽപ്പുണ്ട്. ഇത് ഞാനൊരു കറിയാക്കാൻ പോവാണ്. കുറച്ച് ഇതിൻ്റെ ഒടിച്ച് ഒരു പരിപ്പിട്ടുള്ളൊരു കറി. നമുക്കിതാദ്യം കണ്ടിച്ചെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിനകത്ത് കഴുകിയെടുക്കണം. കറയുണ്ട് പാല് പോലെ, അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിനകത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതാണ്. നമ്മുടെ ഈ മൈസൂർ ചീര, അങ്ങനെയുള്ള ചുമന്ന ചീര, അങ്ങനെയുള്ള ചീരകളുടെ തണ്ടൊക്കെ നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ട് എടുക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ തണ്ടെടുക്കാൻ പാടില്ല. ഈ ഇല മാത്രം കണ്ടിച്ച് അതിൻ്റെ നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിനകത്ത് നല്ലപോലെ കഴുകിയെടുക്കണം. ഈ ആധുനിക കാലത്ത് ഇറങ്ങിയ ഒരു ചീരയാണിത്. പണ്ടൊന്നും ഇത് കണ്ടിട്ടേ ഇല്ലാത്തൊരു സസ്യമാണ്. ഇതിന് മായൻ ചീരയെന്നും ഒക്കെ പറയും. ഇതിന് മായൻ ചീര എന്നതിന് പേര് വരാൻ കാരണം ഈ ആദിവാസി വർഗത്തിൽപ്പെട്ട ഈ മായന്മാര് അവരുടെ ആദിവാസി കുടികളിലൊക്കെ ഇത് നട്ടു വളർത്തുന്നതാണ്. അവരുടെ ഒരു ഔഷധ സസ്യമായിട്ടാണ് അവരിതിനെ കണക്കാക്കുന്നത്. അവരിതെന്തോ മരുന്നിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമ്മളിത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മിശ്രിത വെള്ളത്തിൽ നല്ലപോലെ ഒലച്ച് കഴുകി എടുക്കണം. അതിൻ്റെ അന്നേരം അതിൻ്റെ കറയും ഒക്കെ പോകും. കഴുകി നമ്മൾ തോരാനായിട്ട് നിന്ന് വാരി വെക്കുവാണ്. അരിപ്പ പാത്രത്തിലോട്ട് വാരി വെക്കണം. ഞങ്ങൾക്ക് ഇന്ന് ഈ കേറ്ററിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് എന്നും ഈ സാമ്പാറും അവിയലും ഒക്കെ കൂട്ടാൻ എന്നും മടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ സദ്യ ഉള്ള ദിവസം ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി കറികൾ വെച്ചിട്ടാണ് ഞങ്ങൾ ചോറിടുന്നത്. മറ്റേ നമ്മുടെ മായഞ്ചീര അല്ലെങ്കിൽ ചായാമൻസ എല്ലാം കഴുകി തോരാൻ എടുത്ത് വെച്ചേക്കുവാണ്. അതിനോടകം കൊണ്ട് നമുക്ക് ചെറുപയർ പരിപ്പ്, ഇത് നമ്മൾ ഓണത്തിനും വിഷുവിനും ഒക്കെ പായസം വെക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അല്ലാത്ത ദിവസങ്ങളിൽ സദ്യയ്ക്കും എല്ലാം ചെറുപയർ പരിപ്പ് പായസം വെക്കുന്ന പരിപ്പാണ്. അല്ലാതെ ഇത് വറുത്തിട്ട് പരിപ്പ് കറി വെച്ച് കൊടുക്കുന്നതും അതാണ് നമ്മുടെ വറുത്തിട്ട് വെച്ച് കൊടുക്കുന്നതാണ് ടേസ്റ്റ്. നെയ്ക്കകത്ത് വറുത്തിട്ടാണ് ഞങ്ങൾ പരിപ്പ് കറി വെച്ച് സദ്യയ്ക്ക് ഉപയോഗിക്കുന്നത്. ചെണ്ണ അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അതിനകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് തന്നെ ചൂടാക്കി എടുക്കും. നമ്മൾ ചെറുപയർ പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. അത് ഒരു ചെറിയൊരു കുക്കർ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് ഞാൻ അടുപ്പിൽ വെച്ചേക്കുന്നതാണ്. അത് ഞാൻ നേരത്തെ ഒരിച്ചിരി വെള്ളം തിളപ്പിക്കാനായിട്ട് ഇവിടെ വെച്ചായിരുന്നു. ഒരു പകുതി മുക്കാലും അത് തിളച്ച പരുവമായിട്ടുണ്ട്. കറിയുടെ ആദ്യ പടിയാണ് കാണിക്കാൻ പോകുന്നത്. അത് നമ്മൾ ആ ചെറുപയർ പരിപ്പ് വറുത്തെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുമായിരുന്നു. അത് നമ്മുടെ ആ കുക്കറിനകത്തെ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പൊടിച്ച് അതിനകത്തോട്ട് ഒന്നിടുകയാണ്. നമ്മൾ എരിവിന് വേണ്ടി ഈ പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്, അല്ലാതെ മുളക് പൊടിയോ യാതൊരു സാധനമോ ചേർക്കുന്നില്ല. ഈ പച്ചമുളക് മാത്രം, അതിനുള്ള എരിവേ ഇതിനാകാവുള്ളൂ. സ്വല്പം തുള്ളി മഞ്ഞൾപ്പൊടി കൂടെ അതിനകത്തോട്ട് ഇടുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ, പരിപ്പ് വേകാനുള്ള ഉപ്പ് മാത്രം. 2 വിസിലൊന്ന് അടിക്കട്ടെ ഈ പരിപ്പ്. അതിനോടകം വിസിലടിക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ആ ചായാമൻസയുടെ ഇലയൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരും. ഒരുമാതിരി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒഴിച്ചുകറി ആയതുകൊണ്ട് പൊടിയായിട്ടൊന്നും അരിയണ്ട.
ഇങ്ങനെ പല പല ഇലകൾ ഇതുപോലെ പല വിധത്തിൽ പല രീതിയിൽ കറി വെച്ച് നമുക്ക് ഭക്ഷ്യയോഗ്യമാക്കാവുന്നതാണ്. നമ്മൾ പല പല ഇലവർഗ്ഗങ്ങൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ കിട്ടുമല്ലോ. അന്നേരം പല ഐറ്റങ്ങളായിട്ട് നമുക്ക് വെറൈറ്റി കറികളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പരിപ്പ് കുക്കറിൽ വെച്ചേക്കുന്ന വിസിലടിച്ചില്ല, അടിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. എല്ലാം നല്ല വൃത്തിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേ കുക്കറിനകത്ത് നമ്മുടെ ചെറുപയർ പരിപ്പ് വിസിൽ അടിക്കാറായി വരുന്നു, അടിച്ചു. നേരത്തേക്ക് നമ്മുടെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് ഐറ്റം മാത്രം മതി. നമുക്ക് ഈ ചെറുപയർ പരിപ്പ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ സാമ്പാർ പരിപ്പാണേലും ഉപയോഗിക്കാം. ഈ ചെറുപയർ പരിപ്പിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് ട്രബിളിലൊക്കെ അതിന് ഇച്ചിരി ഗ്യാസിൻ്റെ ഒക്കെ ഇത് കുറഞ്ഞ് കിട്ടും. മറ്റേ പരിപ്പിന് ഗ്യാസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ചെറുപയർ പരിപ്പ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ട ഐറ്റങ്ങൾ നമ്മുടെ ഒരു മുറി തേങ്ങ തിരുമ്മിയത്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, സ്വല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ജീരകം, കറിവേപ്പില, വെളിച്ചെണ്ണ. ഇത്രയും ഐറ്റം മാത്രം മതി ഇതുണ്ടാക്കാനാണ്. മിക്സിയിലൊന്ന് നെയ്യ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഒരു മുറി തേങ്ങ, വെളുത്തുള്ളി, നമ്മുടെ നല്ല ജീരകം, ഇത്ര ഐറ്റം കൂടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇച്ചിരി നമ്മൾ ആ പരിപ്പിന് ഒരു ശകലം മഞ്ഞൾപ്പൊടിയേ ചേർത്തുള്ളൂ. ഈ തേങ്ങയ്ക്കകത്തൊരു സ്വല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കും. അതിനകത്തോട്ടിട്ടൊന്ന് അരച്ചെടുക്കാൻ പോകും. ചൂടാകുമ്പോഴത്തേക്ക് ഞാനൊരു കാര്യം കൂടെ പറയാം. നേരത്തെ ഞാനൊരു വീഡിയോ ചെറുപയർ പരിപ്പും മുരിങ്ങയിലയും ഇട്ടുള്ളൊരു കറി വീഡിയോ ഇട്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആ ഇല നമ്മുടെ ചായാമൻസായുടെ ഇല വാട്ടാൻ വേണ്ടി ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാകാൻ കാത്തിരിക്കുകയാണ്. അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഇല അങ്ങോട്ട് അതിനകത്തോട്ട് എന്നിട്ട് വാട്ടാനായിട്ട് കൊടുക്കുകയാണ്. ഇല വാടാൻ വേണ്ടിയുള്ള സ്വല്പം ഉപ്പും കൂടെ, പരിപ്പ് ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ശകലവേ ചേർക്കുന്നുള്ളൂ. പോരാത്ത നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഇലയ്ക്ക് ഇച്ചിരി വേവുള്ള ഇലയാണ്. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് വാടിക്കഴിയുന്ന വെള്ളം കാണും, എന്നാലും നമ്മുടെ ഈ ഇല ഒന്ന് വേകേണ്ടതായിട്ടുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഈ പരിപ്പ് ഇറങ്ങുമ്പോൾ കൊഴുപ്പ് കൂടുമല്ലോ, അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇല നമ്മുടെ വാടി കിട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് ഈ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഒന്ന് തിളച്ചൊന്ന് വേകട്ടെ. നമ്മുടെ ഇലയെല്ലാം വെന്ത് വെള്ളം ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. ഉപ്പ് വെന്തത് കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ ഒന്ന് ഇലയും ആ പരിപ്പും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് യോജിക്കട്ടെ. പരിപ്പും ഇലയും കൂടെ നല്ല തിളച്ച് നല്ല പരുവായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ഈ അരപ്പ്, വെളുത്തുള്ളിയും ജീരകവും സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരച്ച മിശ്രിതം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും. അവനെ മെല്ലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് എന്തായാലും നമുക്ക് ഇത് എങ്ങനെ എടുത്താലും കൊഴുപ്പ്, പരിപ്പ് ചേർത്തുകൊണ്ട് കൊഴുപ്പ് കണ്ടമാനമുള്ള സാധനമാണ് ചെറുപയർ പരിപ്പ്. അതുകൊണ്ട് നമ്മൾ ആ പരിപ്പ് വെന്ത വെള്ളം ഇച്ചിരി വെച്ചിട്ടുണ്ടായിരുന്നു, മാറ്റി വെച്ചു, അതുകൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ഉപ്പുണ്ടോ നോക്കാവേ.
ഉപ്പ് ഒരു ശകലം കൂടെ ആവശ്യമുണ്ട്, അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. മനസ്സായും ചെറുപയറ് പരിപ്പും കൂടെയുള്ള ഒഴിച്ചുകറി റെഡി ആക്കിയിട്ടുണ്ട്. ഇത് നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റൗ അങ്ങ് ഓഫാക്കാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് അടുത്ത പടി ഇതിനൊന്ന് ചെറുതായിട്ട് കടുക് വറുത്ത് ഇടണം. ആക്കി ഇപ്പുറത്തെ അടുപ്പിലോട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പടി അത് കടുക് വറുത്തെടുക്കാം. ഫ്രൈ പാൻ വെച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ചു. തിളച്ചിട്ടുണ്ട്. ഇച്ചിരി കടുക് കൂടെ ഇട്ട് കൊടുക്കുവാണ്. വറ്റൽമുളക്, കറിവേപ്പില, തുള്ളി മഞ്ഞൾപ്പൊടി കൂടെ അങ്ങനെ ഇളക്കി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കും. നമ്മുടെ ചായ മൺസ പരിപ്പ് കറി ലാസ്റ്റ് സ്റ്റേജ് കടുക് വറുത്ത് ഒഴിച്ചു കഴിഞ്ഞു. നല്ല സൂപ്പർ കറിയാണ്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ തോന്നില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റും നല്ല കൊഴുപ്പും നല്ല ഒഴിച്ച് ചോറുണ്ണാൻ നല്ല കറിയാണ് കേട്ടോ. നിങ്ങളിത് വീട്ടിൽ തീർച്ചയായും ഇങ്ങനെ ഇലയൊക്കെ കിട്ടുമ്പം ഏതില വെച്ച് നമുക്കിങ്ങനെ പരിപ്പിട്ട് കറി വെക്കാം. നല്ല ടേസ്റ്റായിരിക്കും. കറി വെച്ച് നോക്കണം. ഈ ഞങ്ങളുടെ ഈ ഇലയും പരിപ്പും കൂടെയുള്ള കറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു ഉഗ്രം വീഡിയോയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.